Hello, good morning. Good morning, ma'am. Good morning, ma'am. Morning. Okay, start ചെയ്താലോ? റെഡിയാണോ? യെസ്. സാറിന്റെ ക്ലാസ് ആണ്. ഇംഗ്ലീഷ് ആയിരുന്നു, പക്ഷെ സാറിന്റെ ഇന്ന് ഒന്ന് താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ ബോറോ ചെയ്ത ക്ലാസ് ആണ് കേട്ടാ. ബിക്കോസ് നമുക്ക് കുറച്ച് പോർഷൻസ് ചിലപ്പോ ടീച്ചർ കുറച്ച് പതുക്കെ പോയിരുന്നു കുറച്ച് ദിവസം. അപ്പൊ അതനുസരിച്ച് പുള്ളിക്കാരിയുടെ ക്ലാസ് ചിലപ്പോ കൊടുത്തിരിക്കുന്ന പോർഷൻസ് തീരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അതൊന്ന് ഷെയർ ചെയ്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ക്ലാസ് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചേക്കാണ് സാറിനോട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ളവര് അതായത് ഷെറീന മിസ്സിന്റെ ക്ലാസ്സിൽ കുറച്ച് പോർഷൻസ് പെൻഡിങ് വരും അല്ലെ. ട്രീസ മേഡവും അതുപോലെ തന്നെ സാറുമായിരുന്നില്ലേ? ഇത് ആദ്യം രണ്ടാമതും കയറുന്ന കാര്യത്തിലല്ല, രണ്ടുപേരുടെയും ക്ലാസ് ആണല്ലോ. അതിൽ സാറിന്റെ ക്ലാസ് ആണ് ഞാൻ വാങ്ങിച്ചത്. ടീച്ചറിന്റെ അടുത്ത ക്ലാസ്സിൽ കേൾക്കണം. ഓക്കെ, അപ്പൊ സാറിന്റെ ക്ലാസ് ആണ് ഞാൻ വാങ്ങിച്ചേക്കണെന്ന്. ആദ്യത്തെ ക്ലാസ് എടുത്തു എന്ന് മാത്രം. ടീച്ചർ രണ്ടാമത്തെ ക്ലാസ്സിൽ കയറിക്കോളും, കുഴപ്പമില്ലല്ലോ. ആദ്യത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ കയറിയതാ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ക്ലാസ് കുറച്ചൊക്കെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ കുറച്ച് പേരുടെ വേഗം തീർന്നു പോകും, ബാക്കി ഒരാളുടെ അവിടെ പെൻഡിങ് ഒക്കെ. അപ്പൊ നമ്മളതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒരേ ചാപ്റ്റർ കൂടി അത് അവിടെ നിന്ന് വാങ്ങിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ തീരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ചാപ്റ്റർ നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇന്നലെ ഞാൻ ഏതെടുത്തത്? ഇന്നലത്തെ ക്ലാസ് കണ്ടില്ല ദിവ്യ? ഇന്നലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? അത് പറ്റി ഇടയ്ക്കിടയ്ക്കാണോ കയറുന്നേ? അപ്പൊ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കണ്ടിരുന്നില്ലേ? റെക്കോർഡഡ് ക്ലാസ് കണ്ടില്ലേ ദിവ്യ? കാണാൻ സമയം കിട്ടില്ല? നിങ്ങൾ ഒരു ക്ലാസ് മിസ് ചെയ്യുമ്പോ ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ ക്ലാസ് മിസ്സാവുമ്പോ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. 4th മൊഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. 4th മൊഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. അതിന്റെ 2-3 പേജൊക്കെ നമ്മൾ എടുത്തു, ഒന്ന് വായിച്ചൊക്കെ നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇന്നലെ എടുത്തുള്ളൂ ആ ചാപ്റ്റർ തുടങ്ങി. നമ്മൾ 2-3 പേജ് എടുത്തു. സിമ്പിൾ ആയിരുന്നു, എല്ലാവരും പറഞ്ഞു. അതപ്പോ നമ്മൾ കുറച്ച് വേഗം അങ്ങോട്ട് പോയി. കാരണം എന്ന് വെച്ചാൽ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ കിടന്ന് ഉരുട്ട് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഒന്ന് വായിച്ചൊക്കെ നോക്കുക, റെക്കോർഡഡ് ക്ലാസ് കാണുക, എളുപ്പം മനസ്സിലാകുന്ന ചാപ്റ്റർ ആണ്. സോ ഇന്നലെ നമ്മള് എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ IRDAI ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ കുറച്ച് ഡിസീസസ് ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഒരു ടോപ്പിക്. അതായത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരാത്ത ചില രോഗങ്ങൾ അതുപോലെ ചില ട്രീറ്റ്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ നമ്മളവിടെ IRDAI പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റ് കുറച്ച് വായിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? കോസ്മെറ്റിക് സർജറി, IVF ഓർ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, ഇതൊക്കെ ഇതിലൊന്നും ഇൻഷുറൻസ് ഇല്ല എന്നാണ് IRDAI പറയുന്നത്. അതിന്റെ ഫുൾ ഫോം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റു ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ, അഡ്മിഷൻ ഫീസ്, പിന്നെ സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിലുള്ളതല്ല. ഹെൽത്ത് സപ്ലിമെന്റ്, ദാറ്റ് മീൻസ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ ഷേക്ക് പോലെയുള്ള എക്സ്പെൻസുകളെല്ലാം ആർ നോട്ട് കവേർഡ് അണ്ടർ
ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോളിസി എടുക്കുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ വി ആർ ഇൽ, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസ് നമ്മളിൽ ഉണ്ടെങ്കിൽ അത്തരം ഇൽനെസ്സിന് നമുക്ക് കവറേജ് കിട്ടുന്നതല്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അത്തരം സാഹചര്യങ്ങളിൽ ഒരു 12 to 48 months ഡ്യൂറേഷനിലുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് എന്താ പറയാ അവിടെ അനുവദിക്കുന്നുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിൽ if you don't have such diseases, അത്തരം ആ ഒരു സമയ പരിധിക്കുള്ളിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതോ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ല എങ്കിൽ മാത്രമേ ആ ഒരു പോളിസിയിൽ അവർക്ക് അതിനുശേഷമുള്ള ഒരു പീരീഡിലാണ് അവർക്ക് എന്ത് കിട്ടുക, ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ സെൽഫ് ഹാമിനും എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ, എക്സാമ്പിൾ സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് എന്തെങ്കിലും നമ്മൾ തന്നെ എന്താ പറയാ ദൃഢപ്പെടുത്താനായിട്ട് നോക്കി കഴിഞ്ഞാലും അതും എന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ മരണപ്പെട്ടു ഇൻഷുറൻസ് തരണം എന്ന് പറഞ്ഞാലും അതിന് കിട്ടുന്നതല്ല. ഇനി കുറച്ച് ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു തൊട്ടു മുകളിൽ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞു അതായത് നമുക്ക് കുറച്ച് ചില അസുഖങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് അവര് പറയുന്നുണ്ട്, 12 to 48 months എന്ന് പറയുന്നുണ്ട്. ആ ഒരു പീരീഡിനുള്ളിൽ ചില ഡിസീസസ് ആ വെയിറ്റിംഗ് പീരീഡിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ്? അത്തരം കുറച്ച് ഇൽനെസ്സുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസേഴ്സ്, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, hemorrhoids and piles, dysfunctional uterine bleeding, cataracts, hernia, addiction treatments, dental treatments, genetic diseases or congenital conditions. ഇത്തരം ഡിസീസസും വെയിറ്റിംഗ് പീരീഡിൽ കവറേജിൽ പെടുന്നില്ല. വെയിറ്റിംഗ് പീരീഡിൽ ഈ പറയുന്ന രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിന് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം എന്തില്ല, കവറേജ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ മെജോറിറ്റി ഓഫ് ഡിസീസസ് അവിടെ പറയുന്നുണ്ട്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസർ, ദാറ്റ് മീൻസ് ഗ്യാസ്ട്രിക് അൾസർ ആണ്. അതായത് നമ്മൾ ഇങ്ങനെ ഗ്യാസ് എപ്പോഴും ഫോം ചെയ്ത് അതിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു തരം അൾസർ ആണ്. അപ്പൊ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസർ വിൽ നോട്ട് ബി കവേർഡ് അണ്ടർ ദ വെയിറ്റിംഗ് പീരീഡ്. അപ്പൊ വെയിറ്റിംഗ് പീരീഡിൽ എന്താ പറയാ കവറേജിനകത്ത് വരാത്ത, ഇൻഷുറൻസ് പോളിസി കവറേജിനകത്ത് വരാത്ത ഡിസീസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ പേരുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. അത് എന്ത് രോഗമാണെന്ന് പഠിച്ചു വെക്കുക. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസർ. പിന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. എന്താ ഫിസ്റ്റുല? അതൊരു അബ്നോർമൽ ഓപ്പണിംഗ് ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചില ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇഞ്ചുറീസ് വരുന്നതിന്റെ ഫലമായിട്ട് ചില ഓർഗൻസ് തമ്മിൽ, നമ്മുടെ ശരീരത്തിനകത്തെ ചില എന്താ പറയാ നമ്മുടെ അവയവങ്ങളിൽ തമ്മിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ്, ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനും നമ്മുടെ ശരീരത്തിന്റെ സർഫസ് ഓഫ് ദ ബോഡിയുടെ സർഫസ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാകുക. ഇതൊക്കെ മേ ബി ദ കോസ് ഓഫ് സം ഇൻഫെക്ഷൻസ് ഓർ ഇഞ്ചുറീസ്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നതുകൊണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി വന്നതുകൊണ്ടോ, ആൻഡ് ഓൾസോ ഇറ്റ് മേ ഹാപ്പൻ ഡ്യൂറിങ് എനി സർജറി, എന്തെങ്കിലും സർജറി മൂലമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ ഓപ്പണിംഗ്, അതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയാം. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളൂ. ആ ഫിസ്റ്റുലയുടെ പേരാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഫിസ്റ്റുല, ഏത് തരത്തിലുള്ള ഫിസ്റ്റുല ആയാലും അതും വെയിറ്റിംഗ് പീരീഡിലെ കവറേജിൽ വരുന്നതല്ല. പിന്നെ ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. എന്താ പ്രോസ്റ്റാറ്റിക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ മെയിൽ എന്താ പറയാ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രോസ്റ്റേറ്റ്. അവിടെ ഒരു അബ്നോർമൽ ഗ്രോത്ത്, അതായത് അത് ഇങ്ങനെ എൻലാർജ് ചെയ്ത് വരിക, ഒരു സ്വെല്ലിംഗ് ഒക്കെ പോലെ ഇങ്ങനെ എന്താ പറയാ കുറച്ച് സെൽസിൽ, അതിന്റെ സെൽസിൽ കുറച്ച് വികസനം, ഒരു എൻലാർജ്മെന്റ് വരിക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ യുറേത്രയുമായിട്ട് അതിങ്ങനെ വന്ന് ജാം ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അതിനെയാണ്, ആ രോഗത്തെയാണ് നമ്മൾ എന്താ പറയാ ബെനൈൻ ഹൈപ്പർട്രോഫി എന്ന് വിളിക്കുക, പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ. പിന്നെ ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് എന്ന് തന്നെയാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നതിന്റെ മീനിങ്. അത് തന്നെയാണ് അതിന്റെ അർത്ഥം, നമുക്കറിയാലോ. അതും ഒരുതരം എന്താ പറയാ നമുക്ക് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അതും ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിസീസ് അല്ല. കാറ്ററാക്ട് അറിയാം എല്ലാവർക്കും തന്നെ, തിമിരം, കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ്.
ദെൻ ഹെർണിയം അത് ഒരു അബ്നോർമൽ ഗ്രോത്ത് തന്നെയാണ്, മിക്ക ആളുകളിലൊക്കെ കാണുന്ന ഒരു അസുഖമാണ്. അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും സാധനങ്ങൾക്ക് അഡിക്റ്റഡ് ആയി ഇനി അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്നതല്ല വെയിറ്റിംഗ് പീരീഡിനകത്ത്. പിന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റിന് ചില എക്സെപ്ഷൻ ഉണ്ട്. അതായത് സാധാരണ രീതിയിലുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ്, ഇപ്പൊ കമ്പി ഇടുക, അലൈൻമെന്റ് ശരിയാക്കുക, അതൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു ഒരു തരം ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതേസമയം ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട് ഫ്രം ആൻ ആക്സിഡന്റ് അതിന് കിട്ടും. അതിന് വെയിറ്റിംഗ് പീരീഡിലും ആയാലും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ കവറേജിൽ വരുന്നതാണ്. അതേസമയം അല്ലാത്ത രീതിയിലുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതല്ല ഡെന്റൽ ട്രീറ്റ്മെന്റ്. ഇതിന് മാത്രോട്ടാ. ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പല്ലും വായും ഒക്കെ കൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു, അപ്പൊ പല്ലിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കണം. അത് ആക്സിഡന്റലി വന്നതാണല്ലോ, അതുകൊണ്ട് അതിന് കവറേജ് കിട്ടും. അല്ലാത്തതിന് കിട്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ്, കോൺജനിറ്റൽ, നമുക്ക് ജന്മനാ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ജനറ്റിക് ഫലമായിട്ടുണ്ടാകുന്ന, അതായത് നമ്മൾ പാരമ്പര്യത്തിലൊക്കെ വരുന്ന രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വെയിറ്റിംഗ് പീരീഡിലെ കവറേജിൽ വരുന്നതല്ല. അപ്പൊ ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ പോയിന്റുകളാണ് പഠിക്കേണ്ടത്. ഏതൊക്കെ രോഗങ്ങളാണ് വെയിറ്റിംഗ് പീരീഡിൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിനകത്ത് വരാത്തത്. ഒന്നുകൂടിയും പറയാം, ആ വാക്കുകളൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കുക. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസർ, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുലയാണ്, ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, ഡിസ്ഫങ്ഷണൽ യൂട്ടറിൻ ബ്ലീഡിംഗ്. യൂട്ടറിൻ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ സാധാ, അതായത് ഫീമെയിൽസിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം ബ്ലീഡിംഗ് ആണ്. അത് ചിലപ്പോ ഇറഗുലർ ആയിട്ട് ഒക്കെ വരിക, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ വരിക, അത്. പിന്നെ കാറ്ററാക്ട്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ, ഡെന്റൽ ട്രീറ്റ്മെന്റ് ആൻഡ് ജനറ്റിക് ഡിസീസസ് ഓർ കോൺജനിറ്റൽ ഡിസീസസ്. ദീസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഓർ ദീസ് ടൈപ്സ് ഓഫ് ഡിസീസസ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡിൽ വരാത്തതാണ്. ക്ലിയർ ആയോ? ആ രോഗങ്ങളിൽ എന്താണെന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഏതൊക്കെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്തത് ഡ്യൂറിംഗ് ദ വെയിറ്റിംഗ് പീരീഡ് കേട്ടോ. വെയിറ്റിംഗ് പീരീഡിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് വെയിറ്റിംഗ് പീരീഡിലല്ല, സാധാരണ ഒഴിവാക്കിയിരിക്കുന്ന കവറേജിൽ വരാത്തത് IRDAI പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള അസുഖങ്ങളുടെ കാര്യം, അസുഖമല്ല, അത് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണോ അതാണ് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. സെൽഫ് ഹാം, കോസ്മെറ്റിക് സർജറീസ്, ഹെൽത്ത് സപ്ലിമെന്റ്, മിസ്ലേനിയസ് എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞത്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, ഇത് വെയിറ്റിംഗ് പീരീഡിലും കവറേജിൽ വരാത്തതാണ്. ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ക്ലിയർ? അടുത്തത് പറഞ്ഞോട്ടെ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ എല്ലാവരും? റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇനി പഠിക്കാനുള്ളത്. എന്തൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട്? അതായത് എല്ലാ ഇൻഷുറൻസിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, ഓരോ ഇൻഷുറൻസ് പ്ലാൻസിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഷുഡ് ബി ഫോളോഡ്. അതിൻ്റെതായ വ്യവസ്ഥകളും ടേംസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ചായിരിക്കും. ഇവിടെ നമ്മൾ ഇനി ഏതൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് എന്നാണ് പറയേണ്ടത്. ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവറാണ്. ഹോസ്പിറ്റലൈസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കവറേജ്. ഇത് നമുക്കറിയാം, ഇൻഷുർഡ് വിൽ ഗെറ്റ് ഓൾ ദ എക്സ്പെൻസസ് ഡ്യൂറിങ് ദ ഹോസ്പിറ്റലൈസേഷൻ പീരീഡ്. ആ ഹോസ്പിറ്റലൈസേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻസും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്, അത് ഇൽനസ് ആയിക്കോട്ടെ ആക്സിഡന്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിനും അതുപോലെ ആക്സിഡൻസ് ആയാലും അതിനുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു തരം പോളിസി അല്ലെങ്കിൽ അത്തരം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡെമിനിഫിക്കേഷൻ, ദാറ്റ് മീൻസ് ആ നഷ്ടപരിഹാരം നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഗുഡ് ദ ലോസ്. നമുക്കുണ്ടാകുന്ന ആ നഷ്ടത്തെ ഇൻഡെമിനിഫൈ ചെയ്യുക, അതായത് ആ ഒരു നഷ്ടം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത്തരം കവറേജ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്, ഹോസ്പിറ്റലൈസേഷൻ കവറേജ് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, ആ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ കവറേജ് നമുക്ക് കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ റിക്വയർഡ് ബിൽസ്. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ, ഹോസ്പിറ്റലിന്റെ മറ്റു ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും കിട്ടുക. എല്ലാത്തിനും നമ്മൾ ചോദിക്കുകയാണ്, ഇത്രയും രൂപ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ അവർ തരുമൊന്നുമില്ല, അത്രയും എമൗണ്ട് അങ്ങ് തരില്ല. അതിന് നമുക്ക്
സഫീഷ്യന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഓർ പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ അതിന്റെ ബേസിസിൽ ബില്ലിന്റെയും ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സിന്റെയും ബേസിസിലായിരിക്കും ദ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനി വിൽ പ്രൊവൈഡ് ദ ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. ആൻഡ് ഓൾസോ ഈ കവറേജ് ചില കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് വിൽ ബി ഹാവിങ് സം ലിമിറ്റേഷൻസ് ആൻഡ് എക്സ്ക്യൂഷൻസ്. അതിൽ എന്തൊക്കെ പെടൂല, എന്തൊക്കെ പരിമിതികളുണ്ട് എന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, ഓരോ പോളിസീസിനും അതിൻ്റെതായ ചില നിയമങ്ങളും ചില കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് അതിന്റെ പരിധിയിൽ നിന്നിട്ടാണ് എന്തൊക്കെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണമെന്നും ആ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക, അത് കമ്പനി മീറ്റ് ചെയ്യുക. ഒന്നാമത്തെ ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. ഹോസ്പിറ്റലൈസേഷൻ ഡ്യൂറിങ് എനി ട്രീറ്റ്മെന്റ് ഓർ ഇൽനസ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ കമ്പനി. കമ്പനി അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഏതൊരു തരത്തിലുള്ള ആക്സിഡന്റ് ആയിക്കോട്ടെ, ഇൽനസ് ആയിക്കോട്ടെ. ആൻഡ് ഇറ്റ് ഈസ് ടു മേക്ക് ഗുഡ് ദ ലോസ്. ആ ഇൻഷുർഡിന്റെ നഷ്ടത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ കവറേജിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ റിക്വയർഡ് ബിൽസ് ആൻഡ് ഓൾസോ ഡോക്യുമെന്റ്സ്. തീർച്ചയായിട്ടും കൊടുക്കുന്ന അവിടെ നിന്ന് നൽകപ്പെടുന്ന ഹോസ്പിറ്റൽസിൽ നിന്നും നൽകപ്പെടുന്ന ബില്ലുകളുടെയും ഡോക്യുമെന്റുകളുടെയും ബേസിസിലായിരിക്കും ഹോസ്പിറ്റലൈസേഷൻ കവറേജ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഇൻ ദിസ് കവറേജ് ഇതിനകത്തും എന്തുണ്ട്, എക്സ്ക്ലൂഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ക്ലിയർ ആയോ? ഹോസ്പിറ്റലൈസേഷൻ കവറേജ് മനസ്സിലായോ? നെക്സ്റ്റ് ടൈപ്പ്, അടുത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. ഇറ്റ് അറ്റൻഡ്സ് ടു ഓൾ ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ്. അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്താത്തതായിട്ടുള്ള മറ്റെന്തെങ്കിലും ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഈ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്ന അത്തരം പോളിസി അല്ലെങ്കിൽ അത്തരം ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് വരാത്ത, അതിനകത്ത് കവർ ചെയ്യപ്പെടാത്ത എക്സ്പെൻസും ഏതിൽ വരുന്നുണ്ട്, ഹോസ്പിറ്റൽ ക്യാഷ് കവർ. അതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലൈസേഷൻ കവറിന്റെ കൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടാത്ത എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടും എന്നാണ് പറയാം. അപ്പോ മെഡിക്കൽ എക്സ്പെൻസുകൾ വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹോസ്പിറ്റലൈസേഷൻ, ഇതിൽ നിന്നും മറ്റേ ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യുന്ന ചിലപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചിലപ്പോൾ ചില മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ നമുക്ക് ഈ ഒരു ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ചിലപ്പോഴൊക്കെ എന്താ പറയാ, ചില നോൺ മെഡിക്കൽ അവർ കൊടുക്കുന്ന ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ചിലപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ വരുന്ന, കാരണം പറഞ്ഞല്ലോ ഹോസ്പിറ്റലിന്റെ ഡോക്യുമെന്റുകൾ ബില്ലുകൾ റിക്വയർ ചെയ്ത് അത് പ്രസന്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കവറേജ് കൊടുക്കുക. ഇവിടെ there will be some expenses which are not in medical nature. നോൺ മെഡിക്കൽ ആയിട്ടുള്ള ചില എക്സ്പെൻസുകളും എന്താ പറയാ ആ പേഷ്യന്റിന് അല്ലെങ്കിൽ ഇൻഷുർ എടുത്തിരിക്കുന്ന ഇൻഷുർഡിന് വരാറുണ്ട്. ദാറ്റ് മീൻസ് അതിന് ഉദാഹരണം പറയാനായിട്ട്, ഫോർ എക്സാമ്പിൾ ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ടു ദ ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചും വരാനുള്ള ചെലവുകൾ. നമുക്കറിയാം ചില ഹോസ്പിറ്റൽസിലേക്കൊക്കെ നമ്മളുടെ അവിടെയുള്ള ഫെസിലിറ്റീസ് ചിലപ്പോൾ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഇല്ലെങ്കിൽ ദൂരേക്കൊക്കെ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിനെ എന്ത് ചെയ്യേണ്ടി വരും, ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ദൂരേക്ക് പോകുമ്പോൾ അതനുസരിച്ചുള്ള ഗതാഗത സൗകര്യമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ഇന്ന് ഗതാഗത സൗകര്യത്തിനൊക്കെ നമുക്കറിയാം കാർ വിളിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങളിൽ നമ്മൾ ആളെ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ്. അപ്പൊ അത്തരം എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യും? അത് ഹോസ്പിറ്റലൈസേഷൻ കവറിൽ കിട്ടിയില്ല. കാരണം അവിടെ കിട്ടുന്നത് ബില്ലുകളുടെയും ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സിന്റെയും ബേസിസിലുള്ള കവറേജ് ആണ്. ഇവിടെ അത് എന്ത് കിട്ടും? ഇത് നോൺ മെഡിക്കൽ ആണ്. അവിടെ ഈ രോഗിയെ എത്തിക്കുക എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് രോഗിയെ. അത് മെഡിക്കൽ നേച്ചർ അല്ല. അവിടെ ട്രീറ്റ്മെന്റിനോട് ഡയറക്ട്ലി ബന്ധമില്ല, ഇൻഡയറക്ട്ലി ബന്ധമുണ്ട്. കാരണം ഇത് അവിടെ കൊണ്ടുചെന്നാലേ ഇയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള ചില എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്തു. മാത്രമല്ല സ്റ്റേ, അവർക്ക് ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പിന്നെ സ്പെഷ്യൽ ഡയറ്റ് എന്തെങ്കിലും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവ് അത് വിൽ ബി നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പൊ അത് നമ്മുടെ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉണ്ടാകില്ല. അതിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് പറയണം. മനസ്സിലായെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എസ് എന്ന് ടൈപ്പ് എഴുതാലും മതി, നമുക്കത് മനസ്സിലാകും. ഈ വെറുതെ നമ്മള് സമയം പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. എന്താണ് ക്രിട്ടിക്കൽ ഇൽനെസ്? ആ വേർഡിൽ തന്നെയുണ്ട്. സീരിയസ് ഇൽനെസ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് ഇൻഷുർഡിന് എന്ത് കിട്ടുന്ന മെഡിക്കൽ എക്സ്പെൻസസ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. Policy is a benefit cover that covers the insured for any critical illness, serious illness. ഏതെങ്കിലും തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സിന് ഇൻഷുർഡിന് കിട്ടുന്ന ബെനിഫിറ്റ് അതാണ് ഇതിൽ വരിക
ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അതിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, such as cancer, paralysis and also major organ transplantation. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ടുള്ള ഹാർട്ട് പോലെയുള്ള, ലിവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻസ് നടത്താനോ, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള പാരലൈസിസ്, അതായത് ഒരു എന്താ പറയാ മൊത്തം പാരലൈസ്ഡ് ആയി പോകുന്ന അവസ്ഥയിലോ, അങ്ങനത്തെ ട്രീറ്റ്മെന്റുകളാണ് സീരിയസ് ഇൽനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരം എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സുകൾ കവർ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ഉള്ള പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് മേ ഓർ മേ നോട്ട് ബി, അതായത് നമ്മുടെ പ്യൂർ നേരത്തെ പറഞ്ഞ ആദ്യത്തേൽ പറഞ്ഞ പോലെയുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിൽ കിട്ടാത്തതായിട്ടുള്ള മറ്റനേകം എന്താ പറയാ കവറേജും ഈ ഒരു പോളിസിയിൽ അല്ലെങ്കിൽ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസിൽ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന പോലെ ചില സീരിയസ് ഇൽനെസ് വിൽ റിക്വയർ പ്രൊലോങ്ഡ് പീരീഡ്, ചിലതൊക്കെ ഭേദമാകാൻ, ഇപ്പൊ ക്യാൻസർ അതുപോലെ പാരലൈസിസ് ഒക്കെ അതിന്റെയൊക്കെ ആ രോഗമൊക്കെ ഭേദമാകാൻ ഇറ്റ് ടേക്സ് ടൈം, കുറെ സമയം എടുക്കും അല്ലെ. അപ്പൊ അഡീഷണൽ ചെലവുകൾ വരുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെ ചിലപ്പോ വർഷങ്ങളോടും എടുക്കും, ചിലപ്പോ 1-2-3 വർഷമൊക്കെ എടുക്കും. അപ്പൊ ആ വർഷങ്ങളിലും അവർക്ക് വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നത് അതൊക്കെ എക്സ്ട്രാ വരുന്നതിലാണ്. അത് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്താലും അവർക്ക് മെഡിസിൻസ് വാങ്ങണം, ഇടയ്ക്കിടയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം, ഇടയ്ക്ക് ചെക്കപ്പിനൊക്കെ ആയിട്ട് പോകണം. അപ്പോഴൊക്കെ എക്സ്പെൻസ് ഒരുപാട് മീറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം കവറേജുകളും അഡീഷണൽ എക്സ്പെൻസുകളും എല്ലാം തന്നെ ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് കവറിൽ കിട്ടുന്നു. പോസിബിൾ മാത്രമല്ല, പോസിബിൾ ലോസ് ഓഫ് ഇൻകം, സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, അതിനും കവറേജ് ഉണ്ട്. അതെന്താ പോസിബിൾ ലോസ് ഓഫ് ഇൻകം? ഈ പറയുന്ന അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഈ പറയുന്ന ആളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം എന്ന് വെച്ചാൽ ആളിപ്പോ ജോലിയൊക്കെ ചെയ്തിരുന്ന ആളാണ്, അപ്പൊ ആൾക്ക് ആ ഒരു വരുമാന മാർഗമില്ല. അപ്പൊ ആ വരുമാന മാർഗം ഇല്ലാത്തതിന്റെ ഫലമായിട്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഫാമിലിക്കും അവർക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അത്തരം നഷ്ടങ്ങളെ കൂടി കണക്കിലെടുത്തിട്ടുള്ള കവറേജ് കൂടി കിട്ടും ഏതില്? ക്രിട്ടിക്കൽ ഇൽനെസ്സിന്. അത് കാരണം നമുക്കിപ്പോ ക്രിട്ടിക്കൽ ഇൽനെസ് ആകുമ്പോൾ പെട്ടെന്ന് രോഗം ഭേദമായിട്ട് നമുക്ക് ഇറങ്ങി ഓടി ജോലിക്കൊക്കെ പോകാൻ പറ്റില്ല. അപ്പൊ കുറെ ദിവസം നമ്മുടെ ജോലിയൊക്കെ പോകാതിരിക്കും, ചിലപ്പോ പിന്നീട് പോകാനേ പറ്റിയില്ല എന്ന് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ലോസ് ഓഫ് ഇൻകമിന് കൂടിയിട്ടുള്ളത് മാത്രമല്ല, ഇറ്റ് ചേഞ്ചസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി. അങ്ങനെ ജോലിക്ക് പോകാതെ വരുമ്പോ എന്ത് പറ്റും? നമ്മുടെ വീടിന്റെ ഒക്കെ ഗതി തന്നെ മാറിപ്പോകും അല്ലെ. നമ്മുടെ നമുക്ക് നിത്യമായിട്ട് എന്താ പറയാ ഡെയിലി നമുക്ക് വരുന്ന എക്സ്പെൻസ് പോലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. കാരണം ആ വരുമാന മാർഗമുള്ള ആൾക്കാണല്ലോ അസുഖം വന്ന് കിടക്കുന്നത്. സോ അവർക്ക് ഡെയിലി അവർക്ക് എന്തൊക്കെയാണോ, ഒരു വീട്ടിൽ നമുക്കറിയാം എന്തൊക്കെ ചെലവുകൾ ഒരു ദിവസത്തിൽ ഉണ്ടാകുക. വൺ ഡേ പെർ ഡേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ, ഒരു ദിവസം ജീവിക്കാൻ എത്ര രൂപ എക്സ്പെൻസ് വരും പെർ ഹെഡ് ഒരാൾക്ക്? അങ്ങനെയാണെങ്കിൽ ഒരു 2-3 പേരൊക്കെയുള്ള 3-4 പേരൊക്കെയുള്ള അത്രയും അംഗങ്ങളുള്ള ഒരു വീട് എന്താ പറയാ ഒരു ദിവസം നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ എത്ര ചെലവ് വരും? അതൊക്കെ ലോസ് ഓഫ് ഇൻകം, അത് സ്ട്രക്ചർ തന്നെ മാറ്റും. അത്തരം ചെലവുകൾ കൂടി കവർ ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസീസ്. ബെനിഫിറ്റ് കവർ ദാറ്റ് കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എനി സീരിയസ് ഇൽനെസ് such as cancer, paralysis, organ transplantation, etc. in which the hospitalization expense may or may not be covered under hospitalization cover. ഏറ്റവും ആദ്യം പറഞ്ഞ കവറില്ലേ, അതിൽ വരാത്തതായിട്ടുള്ള പല എക്സ്പെൻസുകളും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു തരം കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ്സിലുള്ളത്. സം ഗ്രേവ് ഇൽനെസ്, ഗ്രേവ് മീൻസ് സീരിയസ് തന്നെയാണ് കേട്ടോ. ചില സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് വിൽ ബി നീഡഡ് ഫോർ പ്രൊലോങ്ഡ് റിക്കവറി. കാരണം അത് ഭേദമാകാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ആൻഡ് ഇറ്റ് വിൽ ബി അഡീഷണൽ കോസ്റ്റ്. അത്തരം കൂടുതൽ ദിവസങ്ങൾ എടുക്കുമ്പോൾ അതൊരു അഡീഷണൽ ചെലവാകും. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസസ് വരും, പോസിബിൾ ലോസ് ഓഫ് ഇൻകം ഉണ്ടാകും, ഫാമിലിന്റെ സ്ട്രക്ചർ തന്നെ മാറും. അതൊക്കെയാണ് വരിക. അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു തരം പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. നെക്സ്റ്റ് വൺ, പേഴ്സണൽ ആക്സിഡന്റ് കവർ. മനസ്സിലാവാത്തതുകൊണ്ട് ഒന്ന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തോളേ. ഇനി ആക്സിഡന്റ്, വേർഡിൽ തന്നെയുണ്ട്, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആണ്. ഇനി എന്താണ് പറയാ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപകടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തരം അപകടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ്. ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് വിച്ച് ഇസ് ലയബിൾ ടു ബി പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് എൻ ആക്സിഡന്റ്. ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രം കിട്ടുന്ന പേയ്മെന്റ് ഇൻഷുർഡിന്. അതാണ് അതിന് ആ സമയത്തുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരം പോളിസീസ് നമ്മൾ എടുക്കുക. പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് തരുന്ന പോളിസീസ്. ഇറ്റ് ഇസ് എ പ്ലാൻ ഓപ്റ്റഡ് കവർ ഫോർ എ ലംസം ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡിസബിലിറ്റി ഓർ ഡെത്ത് എന്തൊക്കെയാണോ അതൊക്കെ.
അങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ, അതായത് ആക്സിഡന്റ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എത്രത്തോളം ഇഞ്ചുറി ഉണ്ട്, എന്താ പറയാ, എന്തെങ്കിലും മരണം സംഭവിച്ചോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി ആയോ. ഡിസബിലിറ്റി എന്ന് പറയുന്നത് കയ്യോ കാലോ ഒക്കെ ചിലപ്പോ ഫുള്ളായിട്ടൊക്കെ ഇല്ലാതായി പോകുന്ന ആക്സിഡൻസും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡിസബിലിറ്റീസ് വന്നോ, അതിന്റെ ആ ഒരു ഡിഗ്രി, അതിന്റെ ആ ഒരു എന്താ പറയാ മൂല്യം, അത് എത്രത്തോളം വാല്യൂ ഉള്ള ഒരു തരം ആക്സിഡന്റ് ആണോ എന്ന് നോക്കി, അതൊക്കെ നോക്കിയിട്ടായിരിക്കും കമ്പനി അതിന്റെ കവറേജ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആക്സിഡന്റിലായിരിക്കും ആ ഒരു എന്ത് ചെയ്യുക, പോളിസിയുടെ കവറേജ് നമുക്ക് കിട്ടുക. ആക്സിഡന്റ് സംഭവിക്കാം. അപ്പൊ ആക്സിഡന്റിൽ ഡിസബിലിറ്റി വന്നാലും, ലൈഫ് നമ്മുടെ ഡെത്ത് ആയാലും, അതുപോലെ തന്നെ ഇഞ്ചുറീസ് വന്നാലും അതിനെല്ലാം നമുക്ക് കിട്ടുന്ന ആ ഒരു ലംസം എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ആയിട്ടോ ഒക്കെ കിട്ടുന്നതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ വേണ്ടി തന്നെ ഉണ്ട് ഈ ടൈപ്സ് ഓഫ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ചാപ്റ്റർ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് പോയി. ബിക്കോസ് അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫെമിലിയർ ആണോ ഒന്നാമത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല സിമ്പിൾ ആണ് പഠിക്കാനും, വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിലൊക്കെ തരുന്നത് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ടെങ്കിൽ തരാം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ രീതിയിൽ തന്നെ, അത് മറ്റൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാ പറയുന്നത്. പിന്നെ അത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തതുണ്ടോ? ഇൻഷുറൻസ് എന്ന് പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലാത്തവരില്ല എന്നാണല്ലോ പറഞ്ഞത് അല്ലെ? അങ്ങനെയല്ലേ അനിത? അല്ലേ? യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ ടോപ്പ് അപ്പ് കവർ ആണ്. ടോപ്പ് അപ്പ് കവർ ആണ് ഇത്. ഒരു എക്സ്റ്റൻഷൻ ആണ്. ഏതിനെ? നമ്മളുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിന് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യാന്ന്. പണ്ട് ടോപ്പ് അപ്പിംഗ് ആണ് എന്ത് ചെയ്തിരുന്നത്, നമ്മുടെ മൊബൈലൊക്കെ റീചാർജ് ചെയ്തിരുന്നത്. ടോപ്പ് അപ്പ് എന്നാ നമ്മൾ പറയും. 10 രൂപയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്യുക, 20 രൂപയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതേ നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്ലാനിനോടൊപ്പം നമ്മൾ കോൾ ചെയ്തിരുന്ന ഇന്നൊക്കെ എല്ലാം അൺലിമിറ്റഡ് ആണ് അല്ലെ? ഇത്ര രൂപയ്ക്ക്, ദാറ്റ് മീൻസ് ഒരു ഹോൾ വലിയൊരു എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ടിൽ നമുക്ക് നെറ്റും അതുപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യാനും ഇൻകമിങ്ങിനും ഔട്ട്ഗോയിങ്ങിനും ഒക്കെ എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് പറയുന്നത്. പണ്ട് അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ എടുത്താൽ ആ പ്ലാനിന് ഒരു കാലാവധി ഇല്ല. ആ കാലാവധി വരെ നമ്മൾ ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് കോൾ ചാർജസ് ഒക്കെ വരും. അവിടെ അൺലിമിറ്റഡ് ഒന്നുമല്ല, ഓരോ ദിവസത്തെ അല്ലെങ്കിൽ ഇത്ര കോൾസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യുക. അപ്പൊ നമ്മൾ അത് തീരുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത ദിവസം 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ എന്ത് ചെയ്തിരുന്നു, ടോപ്പ് അപ്പ് ചെയ്തിരുന്നു. അതുപോലെ ഒരു ടോപ്പ് അപ്പിംഗ് തന്നെയാണ് ഇവിടെ കവറേജിൽ വരുന്നത്, നമ്മുടെ ഇൻഷുറൻസ് കവറേജിൽ വരുന്നത്. ദാറ്റ് മീൻസ് എക്സിസ്റ്റിംഗ് പോളിസിയോടൊപ്പം വി ക്യാൻ ആഡ് ഓൺ അവർ കവറേജ്. നമ്മൾക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. നമ്മളുടെ നിലവിലൊരു പോളിസി ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആ ഒരു വരുന്ന എക്സ്പെൻസ്, നമ്മൾ മീറ്റ് ചെയ്യേണ്ട എക്സ്പെൻസ്, ഇഫ് ഇറ്റ് ഈസ് മോർ, നമ്മുടെ സം അഷ്യൂർഡിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള ഒരു എക്സ്പെൻസ് ആണ് നമുക്ക് ഹോസ്പിറ്റൽസിൽ മീറ്റ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ വി ക്യാൻ എക്സ്റ്റെൻഡ് ഓർ വി ക്യാൻ ആഡ് ഓൺ ടു ദാറ്റ് പോളിസി കവറേജ്. ആ നേരത്തെ ഉള്ള പോളിസിന്റെ കൂടെ നമുക്ക് കുറച്ചുകൂടി പൈസ എന്ത് ചെയ്യാം, കൂടുതൽ ആഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു തരം കവറേജ് ആണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അതായത് മറ്റേ പോളിസിയിലെ പൈസ തീർന്നു പോയി, നമുക്ക് തരേണ്ട എന്താ പറയാ കവറേജുകളൊക്കെ ഒരു പർട്ടിക്കുലർ സമയത്ത് അത് തീർന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇത് തന്നെ വെച്ചിട്ട് ഈ പോളിസിയുടെ നിലവിൽ നിന്നുകൊണ്ട് വി ക്യാൻ ടോപ്പ് അപ്പ്, ആഡ് ഓൺ ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാം നമ്മുടെ പോളിസീനെ. അതിനെയാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. സോ ദാറ്റ് വി ക്യാൻ മീറ്റ് ദ എക്സ്ട്രാ എക്സ്പെൻസസ്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വരുന്ന എക്സ്ട്രാ എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അതൊക്കെ പുതിയതായിട്ട് തുടങ്ങിയതായിരിക്കും. Top up health cover is considered as an extension over your current hospitalization policy. നമ്മളുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസി ഇതുകൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കവറേജ് ആണ് ടോപ്പ് അപ്പ് കവർ. ആ സെന്റൻസ് അങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാട്ടോ. അത് ഒരു എക്സ്റ്റൻഷൻ ആണ്. ഈ പോളിസി എടുക്കുന്നതിലൂടെ വി ക്യാൻ ആഡ് ഓൺ അവർ കവറേജ് ടു ദ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നമ്മുടെ നിലവിലുള്ള പോളിസിന്റെ ഒപ്പം നമുക്ക് നമ്മളുടെ ഇത് എന്താ പറയാ വാല്യൂ കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യാം. ദാറ്റ് മീൻസ് ഇഫ് യുവർ എക്സ്പെൻസസ് ഇങ്ങനെ കൂടി വരുമ്പോൾ ഡ്യൂ ടു ദ ഇൽനെസ് ഓർ ആക്സിഡന്റ്, നമ്മളുടെ രോഗത്തിന്റെ അല്ലെങ്കിൽ ആക്സിഡന്റിന്റെ ആ ഒരു എന്താ പറയാ കാഠിന്യം കൂടിയത് കൊണ്ട് എക്സ്പെൻസ് അതനുസരിച്ച് കൂടിപ്പോയി. സോ എന്ത് പറ്റി, നമ്മളുടെ വാല്യൂ നിലവിലുണ്ടായിരുന്ന പോളിസിന്റെ വാല്യൂ എക്സോസ്റ്റഡ് ആയിപ്പോയി. എക്സോസ്റ്റഡ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ, തീർന്നു പോയിന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സ്പെൻസസ് എക്സ്ട്രാ ഉള്ള വരുന്നിരിക്കുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ടോപ്പ് അപ്പ് അവർ കവറേജ്. നമ്മുടെ കവറേജ് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം. അതിനെയാണ് ടോപ്പ് അപ്പ് കവർ എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയും തരത്തിലുള്ള 5 തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളാണ് ഉള്ളത്, നിലവിലുള്ളത്
ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ. ക്ലിയർ ആണല്ലോ? ഇത്രയും വരെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും ഭാഗത്ത്? ഇല്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ പല തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. കുറേയും ഇത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് തന്നെയാണ്. എല്ലാം മിക്കതൊക്കെ നമ്മൾ കുറെ പേര് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത്തേത് SHI ആണ്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. SHI എന്നതിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് ഇട്ടോട്ടാ. SHI എന്ന് അതിന്റെ ഷോർട്ട് ഫോം ആണ്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു പ്രത്യേക പ്രോഗ്രാമാണ്, ഒരു ഇൻഷുറൻസ് പദ്ധതി തന്നെയാണ്. ഈ ഇൻഷുറൻസ് പദ്ധതി നമുക്ക് എന്താ പറയാ, ഈ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ താഴെ പറയുന്ന ചില കാര്യങ്ങൾ, ഫോളോയിങ് 3 കണ്ടീഷൻസ് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫുൾഫിൽ ചെയ്യണം. ഈ പറയുന്ന പദ്ധതിയിൽ നിന്ന് അതിന്റെ ബെനിഫിറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 of the 3 കണ്ടീഷൻസ് ഷുഡ് ബി ഫോളോഡ്. അല്ലെങ്കിൽ ആ ഒരു 3 കണ്ടീഷൻ അവിടെ പറയുന്നത് അതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത്, പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. അതായത് നമുക്കിപ്പോ ജോലി, ആ ജോലിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കണം എന്ന് വിചാരിക്കാം. അവിടെ അതിനെ നമുക്ക് നമ്മളുടെ പേരിൽ, എംപ്ലോയീസിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ചേർത്തുണ്ടാവും. കാരണം അത് ചിലപ്പോ റിസ്കി ആയിട്ടുള്ള ചില എന്തെങ്കിലും തൊഴിലായിരിക്കാം. ചില റിസ്കി ആയിട്ടുള്ള തൊഴിലുകൾക്കായിരിക്കും ഇങ്ങനെയുള്ള പോളിസീസ് എടുക്കുക. അത് ആരെടുക്കും എന്ന് അറിയാമോ? ആ പോയിന്റ് എല്ലാം കൂടി ഒരുമിച്ച് ഞാനൊരു ആദ്യം തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. അത് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബുദ്ധി. അതായത് ഇപ്പൊ ചില നമ്മുടെ ഹെൽത്തിന്, ആരോഗ്യത്തിന് ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഭംഗം വരാൻ സാധ്യതയുള്ള കുറച്ച് റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ജോലി കൊടുക്കുമ്പോൾ എംപ്ലോയിയുടെ പേരിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അത്തരം ഇൻഷുറൻസിൽ നമ്മൾ അംഗമാകുമ്പോ എന്താ പറ്റുകയെന്നറിയോ? ഇതിന്റെ ഒരു ഭാഗം എംപ്ലോയർ ആണ് അതിന്റെ ആ ഒരു പ്രീമിയം അടയ്ക്കുന്നത്. ഒരു ഭാഗം ആ ഒരു ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എംപ്ലോയിക്ക് തന്നെയാണെങ്കിലും അതിന്റെ മെജോറിറ്റി പാർട്ട്, കൂടുതൽ ഭാഗവും അത് ആരടയ്ക്കും? നമ്മളുടെ എംപ്ലോയർ അടയ്ക്കും. അതുപോലെ തന്നെ ഒരു ഭാഗം ആരുടെ നിന്നും കൊടുക്കണം? എംപ്ലോയിയുടെ. അപ്പൊ ആ ഒരു ജോലിയിൽ, ഏതെങ്കിലും ഒരു ജോലിയിൽ ഉൾപ്പെട്ട ആ സമയത്തായിരിക്കണം എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലസോ അല്ലെങ്കിൽ ആക്സിഡന്റോ ഇൻഷുറൻസിനും ഉണ്ടാകുക. അപ്പൊ എന്തായാലും നിയമപരമായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ ഏർപ്പെട്ടിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് പറഞ്ഞത്, പാർട്ടിസിപ്പേഷൻ ഓൺ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. ആ തൊഴിലിന്റെ വ്യവസ്ഥകളോട് അനുബന്ധിച്ചതോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ആ ഒരു ജോലി എന്ന് പറയുന്ന ആ പ്രോഗ്രാമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇറ്റ് വിൽ ബി എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ഓർ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഒന്നില്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക്, ഒരു കുറച്ച് എംപ്ലോയീസ് കൂടുതലുണ്ടായിരിക്കും, അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക്. അത് മാത്രമല്ല ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ ആയിരിക്കും, മെമ്പേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ 5 പേരടങ്ങുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു 3 പേരടങ്ങുന്ന ഗ്രൂപ്പ്, ഒരു ലിമിറ്റഡ് നമ്പർ, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആളുകളല്ല, അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇൻഷുറൻസ് എടുത്തിരിക്കുക. അപ്പൊ ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയ്മെന്റിന്റെ നിയമം അനുസരിച്ച്, വ്യവസ്ഥകൾ അനുസരിച്ച് ആ ഒരു എംപ്ലോയ്മെന്റിൽ ആള് പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അത് ഒന്ന്. അതല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ഗ്രൂപ്പിലെ പെട്ട ആളായിരിക്കണം. ആ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലെ പെടുന്ന ആളായിരിക്കണം. എംപ്ലോയർ മേക്സ് ദ കോൺട്രിബ്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയി എന്തിന്റെ പേരിൽ എംപ്ലോയർ ആയിരിക്കും അതിന്റെ ഭൂരിഭാഗം എമൗണ്ട് ഓഫ് പ്രീമിയവും അടച്ചിട്ടുണ്ടാകുക. കാരണം അവരുടെ ജോലി സ്ഥലത്തെ സെക്യൂരിറ്റിക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് SHI എന്ന് പറയുന്നത്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എംപ്ലോയിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും പക്ഷെ അത് ജോലി ചെയ്യിപ്പിക്കുന്ന എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങോരുടെ റെസ്പോൺസിബിലിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഇൻഷുറൻസ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ 3 കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യം എന്തായാലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റിന് അർഹത നേടുന്നവർക്ക് വേണ്ട മാനദണ്ഡങ്ങൾ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം? അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആരാണ് ഇതിന്റെ നേട്ടം ഉൾക്കൊള്ളുന്നവര് എന്നൊക്കെയാണ് അടുത്തത് പറയുന്നത്. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കാം, GHIS എന്ന് കേട്ടോ. GHIS.
എന്നും നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. ഇത് തന്നെയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. അപ്പൊ എന്താണ്, ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് ലോ കോസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറഞ്ഞ ചെലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഇവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അതും മാത്രമല്ല വളരെ ലോ കോസ്റ്റിലായിരിക്കും ഇത്തരം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ BPL families also can get such a benefits of the insurance. ഈ പോളിസിയുടെ ബെനിഫിറ്റുകൾ നേടാൻ അർഹതയുള്ളവര് ആരും കൂടി പെടുന്നുണ്ട്, BPL ഫാമിലീസും ഇതിനകത്ത് പെടുന്നുണ്ട്. എംപ്ലോയീസും അതുപോലെ തന്നെ BPL ഫാമിലീസും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി മാത്രമല്ല ഈ പറയുന്ന പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. കൂടുതലും ഭയങ്കര ദാരിദ്ര്യത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു പോളിസിയുമാണ്. എംപ്ലോയീസ് ആണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോ എന്താ പറയാ അവരുടെ ഹെൽത്തിന് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടയ്ക്കാനൊക്കെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടാണ് എംപ്ലോയീസിന്റെ പേരിൽ പ്രീമിയം അടച്ച് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അവരുടെ ആരോഗ്യത്തിന് ചിലപ്പോ അത്തരം ഉള്ള ഒരു ജോലി ആയിരിക്കാം. അപ്പൊ അത്തരം ചില ജോലികൾക്ക് കൂടുതലും എംപ്ലോയർ മുൻകൈ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇൻഷുറൻസ് എംപ്ലോയറുടെ പേരിൽ എടുക്കുക. അപ്പൊ അതുകൊണ്ട് പുവർ പീപ്പിളിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പോളിസിയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഇത്തരം പോളിസി എടുക്കുന്നതിലൂടെ ഗെറ്റ് ട്രീറ്റ്മെന്റ് ഫ്രം ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഓൾസോ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതായത് അപ്പൊ നമ്മൾ വിചാരിക്കും വളരെ ലോ കോസ്റ്റിൽ കിട്ടുന്ന ഒരു പോളിസി അല്ലേ, വളരെ ചെലവല്ലേ, കുറവല്ലേ, ഇതിന് കുറച്ച് പ്രീമിയം ഒക്കെ അടച്ച് കിട്ടുന്നതല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അതായത് നമുക്ക് വലിയ വലിയ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഒരുപാട് ചിലപ്പോ ചില ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് നമുക്കറിയാം ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ പല പുതിയ ആധുനികപരമായിട്ടുള്ള രീതിയിലുള്ള മെഷീൻസോ അതുപോലെ തന്നെ എന്താ പറയാ ടെക്നിക്സോ ഒക്കെ ഒന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതില്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ മടിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതായിരിക്കാം. പക്ഷെ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഒരുപാട് നല്ല സർവീസും അവിടെ ലഭ്യമാണ്. ഇതിപ്പോ കുറെയൊക്കെ മാറി മാറി വന്നേക്കുന്നത് കൊണ്ട് അല്ലെ. പണ്ടൊക്കെ അങ്ങനെയല്ല, നമുക്ക് പേടിയാണ്, അവിടെ അങ്ങനത്തെ സജ്ജീകരണങ്ങളില്ല, അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കാശായാലും വേണ്ടിയില്ല, ആളുടെ ജീവൻ തന്നെയാണ് നമുക്ക് വലുത് എന്ന് വിചാരിച്ച് നമ്മള് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് പോകും. പക്ഷെ ഈ ഒരു എന്താ പറയാ സ്കീം കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഒരുപോലെ നമുക്ക് എന്ത് ചെയ്യുന്നു, ബെറ്റർ ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ബെനിഫിറ്റ് ആണ്. SHIയുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അതിന്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലോ കോസ്റ്റിൽ കൊടുക്കുന്നത് കൊണ്ട് ഗവൺമെന്റ് ആണ് ഇത് കൊടുക്കുന്നത്. ലോ കോസ്റ്റിലാണ്. BPL ഫാമിലീസിനെ ഉദ്ദേശിച്ചിട്ടാണ്, പുവർ പീപ്പിളിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ദേ ഗെറ്റ് ട്രീറ്റ്മെന്റ് ഫ്രം ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഈ 4 പോയിന്റ് ഫീച്ചേഴ്സ് ഇതൊക്കെ കഷ്ണമായിട്ടൊക്കെ ഓർത്തിരുന്നാൽ മതി. അതാണ് SHI എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വായിച്ചൊക്കെ മനസ്സിലാക്കി വെക്കാം. അതിലെ ഫീച്ചേഴ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെന്തുകൊണ്ടാണെന്നറിയോ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ്? ഓരോ ഇനിയും അടുത്ത ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഇനി അടുത്തത് ESI ആണ്. ESI എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് ഇനി പറയുന്നത്. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട് ഓരോ സ്കീമിലും. ആരും ഉദ്ദേശിച്ചിട്ടാ, ആർക്ക് വേണ്ടിയിട്ടുള്ളതാ എന്നുള്ളതൊക്കെ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഫീച്ചേഴ്സ് SHIയുടെ ഫുൾ ഫോം അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എഴുതി വെച്ചേക്കാം, അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തതാണ് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെയാണ് അതിനകത്ത് നോക്കാം. അതായത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇയർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോ. ഈ ESI എന്ന് പറയുന്ന ഒരു സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948-ലാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്. അതായത് എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന്റെ അങ്ങനത്തെ ചെലവുകളും ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന എന്താ പറയാ പോളിസീസും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ് ESIയില്. ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC ആണ് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സ്കീമിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സെന്റൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതായത് ESIC ആണ് കൺട്രോൾ ചെയ്യുന്നത് ഈ സ്കീമിനെ. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ
സെമി ഗവൺമെന്റ് കോർപ്പറേറ്റ് ബോഡി. തീർച്ചയായിട്ടും ഇതൊരു സെമി ഗവൺമെന്റ് അർദ്ധ സർക്കാർ കോർപ്പറേറ്റ് ആണ്. മാത്രമല്ല ഇറ്റ് വിൽ ബി ലെഡഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ചെയർമാൻ. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും അതുപോലെ തന്നെ ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലും ആയിരിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാട്ടാ. ESI എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു 1948. അത് കൺട്രോൾ ചെയ്യുന്നത് ആരാ? ESIC, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഇതിന്റെ ചെയർമാൻ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് ഇതിന്റെ ചെയർമാന്. അതുപോലെ ഡയറക്ടർ ജനറൽ ആണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത് മൊത്തത്തിൽ അങ്ങനെ ബ്രാക്കറ്റ് ഇടുന്നതായിരിക്കും കുറച്ച് നല്ലത്. ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, അതുപോലെ ESIC, അതിന്റെ ഫുൾ ഫോംസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ബെനിഫിറ്റുകൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം കിട്ടാം എന്നൊക്കെയാണ് ഇനി അടുത്തതിൽ ഓരോ സെന്റൻസ് വൈസ് തന്നെ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ തന്നെ നോക്കിയിരിക്കുക. ടു മേക്ക് യൂസ് ഓഫ് ദ സിക്നസ് ബെനിഫിറ്റ് ദ എംപ്ലോയി ഹാവ് ടു വർക്ക് ഫോർ 78 days ബിഫോർ സിക്നസ്. ഈ ഒരു ESI പ്രകാരം, ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക്, ഒരു എംപ്ലോയിക്ക് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്ക് അസുഖം വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള 78 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. 78 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു അസുഖത്തിന് മുമ്പ്, ആ ഒരു സമയത്തിന് ഉള്ളിൽ ആൾക്ക് അത് കഴിഞ്ഞിട്ടാണ്, അതായത് 78 ദിവസം പൂർത്തിയായിട്ടുണ്ട് ജോലി കയറിയിട്ട്, അത് കഴിഞ്ഞ പിന്നെയാണ് രോഗം വന്നേക്കണേ. അപ്പൊ എന്തായാലും അതിന് മുമ്പ് ഒരു 78 ദിവസം എങ്കിലും ജോലി ചെയ്തിരിക്കണം എംപ്ലോയിക്ക് ഈ ഒരു ബെനിഫിറ്റ്, ഇതിന്റെ ഈ ഒരു സ്കീം പ്രകാരമുള്ള ബെനിഫിറ്റ് കിട്ടാനായിട്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയാ, ദിവസമൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാട്ടാ. ഇനി വീണ്ടും മെറ്റേണിറ്റി ബെനിഫിറ്റ്, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദ വുമൻ ഹാവ് ടു ബി വർക്ക്ഡ് ഫോർ 70 days, 70 ദിവസം. അതായത് ആ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 70 ദിവസം അതിന് മുമ്പ് എവിടെയെങ്കിലും ആള് ജോലി ചെയ്തിരിക്കണം. മെറ്റേണിറ്റി കയറി അപ്പൊ തന്നെ എന്തെങ്കിലും മെറ്റേണിറ്റി അലവൻസിനോ ബെനിഫിറ്റിനോ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അല്ലെങ്കിൽ ഈ ഒരു സ്കീം പ്രകാരം അപേക്ഷിച്ചാൽ കിട്ടില്ല. കാരണം അതിന് മുമ്പ് 70 ദിവസങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് മെറ്റേണിറ്റി ബെനിഫിറ്റിന്റെ കാര്യം 70 ദിവസം പറഞ്ഞിരിക്കുന്നത്. അതർ എംപ്ലോയീസിനാണ് 78 days പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. കാരണം അവിടെ അതുകൊണ്ട് ഞാൻ വേറെ അധികം ഒന്നും പറയുന്നില്ല, അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഇനി ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് പ്രൈമറിലി ഡിസൈൻഡ് ഫോർ ടു ഹെൽപ്പ് ദ ഫാക്ടറി എംപ്ലോയീസ്. തീർച്ചയായിട്ടും ഇത്തരം ESI പോലെയുള്ള സ്കീമുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് they may face with the hazards of accidents. അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങളും ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ. കാരണം അവിടെ നിന്ന് വരുന്ന മറ്റേ ഫ്യൂംസ്, അതായത് ഗ്യാസ് ആയിട്ട് നിറഞ്ഞ പലതരത്തിലുള്ള കാർബൺ പോലെയുള്ള ഇതൊക്കെ വന്ന് നിറഞ്ഞ ഗ്യാസ് ഒക്കെ ശ്വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്ന ആ ഒരു സ്കീം അവൈലബിൾ ആകുന്നത് അത്തരം വർക്കേഴ്സിനാണ്. ബിക്കോസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒത്തിരി അതുപോലെയുള്ള ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ബെനിഫിറ്റ് അവൈൽ ആകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്കീമാണ് ESI എന്ന് പറയുന്നത്. ആൻഡ് ദ വർക്കേഴ്സ്, ആ പറയുന്ന ആർക്ക് കിട്ടും? എംപ്ലോയീസ് ആയിട്ടുള്ള ഇത്തരം ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ദ വർക്കേഴ്സ് ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് 21,000 per month can take part in the scheme. 21,000 രൂപ മാസ വരുമാനത്തിൽ കുറവുള്ളവര്, അതായത് 21,000 രൂപയിൽ മാസ വരുമാനത്തിൽ കൂടുതലുള്ളവർക്ക് കിട്ടില്ല. അതിന് താഴെ വേജസ് ഏൺ ചെയ്യുന്നവർക്കും വേണ്ടി മാത്രമാണ് ഈ ഒരു വർക്കേഴ്സിന്റെ അത്തരം ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. വർക്കേഴ്സ് ഡ്രോയിങ് വേജസ് നോട്ട് എക്സസ് ഓഫ് ₹21,000 per month ആണ് കേട്ടോ. ഒരു മാസം 21,000 താഴെ, അതിൽ കൂടുതലുള്ളവർക്ക് കിട്ടില്ല. അതിൽ കുറവ് ഉള്ളവർക്കാണ് ഈ ഒരു സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഇതിനകത്ത് എംപ്ലോയറും എംപ്ലോയിയും ഒരുപോലെ അവരുടെ എന്താ പറയാ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന സ്കീമിലേക്ക് ഇടുന്നുണ്ട്. ആ സ്കീമിലേക്ക് അവരിടുന്ന ആ ഒരു ഷെയറാ പറയുന്നത്. എംപ്ലോയീസ് പേ ഓൺ ആൻ ആവറേജ് ഓഫ് 0.75% ഓഫ് ദ വേജ്.
എംപ്ലോയി അയാള് ഈ പറയുന്ന ESI സ്കീമിൽ പങ്കാളികളാകുമ്പോൾ അവർക്ക് പ്രീമിയത്തിലേക്ക് പൈസ അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? കിട്ടുന്ന വേജസിന്റെ 0.75%. എത്ര വേജസ് ഉണ്ടോ ആ വേജസിന്റെ എത്രയാണ് അവർക്ക് കിട്ടുന്ന കൂലി അതിന്റെ 0.75% എന്ത് ചെയ്യണം? പ്രീമിയത്തിന് വേണ്ടിയിട്ട് അടയ്ക്കണം. എംപ്ലോയറും അംഗോറുടെ ഒരു ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോളിസിക്ക് വേണ്ടി ഈ സ്കീമിന് വേണ്ടി ഇടുന്നുണ്ട്. എംപ്ലോയറിന്റെ പോർഷൻ എന്ന് പറയുന്നത് 3.25% ഓഫ് ദ വേജ് ബില്ലാണ്. അവരുടെ വേജിന്റെ 3.25% ആരും എംപ്ലോയറിന്. അപ്പൊ രണ്ടുപേരുടെയും കൂടി പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ഈ ഒരു സ്കീം നിലനിന്ന് പോകുക. എംപ്ലോയീസിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. എംപ്ലോയറുടെ 3.25%, എംപ്ലോയി അയാളുടെ വേജസിന്റെ 0.75% ഹാസ് ടു ബി കോൺട്രിബ്യൂട്ടഡ് ഫോർ ദ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അണ്ടർ ESI. ESIയുടെ ആ ഒരു സ്കീമിൽ ഭാഗമാകണമെങ്കിൽ രണ്ടുപേരും കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻ ആണ് പറഞ്ഞത്. അത് ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. Employees pay on an average 0.75% and employer contribute 3.5% of wage bill. Ini the employee who is getting wage of less than 176 shall be excluded from this payment of contribution. ഇത്തരം പ്രീമിയം അടയ്ക്കുന്നതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അടയ്ക്കേണ്ട. ആർക്ക് അടയ്ക്കേണ്ട? ആൾക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് പെർ ഡേ 176 രൂപയിൽ കുറവാണെങ്കിൽ, 176 പെർ ഡേ ആണ്. ഒരു ദിവസം 176 രൂപയിൽ കുറവാണ് ആൾക്ക് കിട്ടുന്ന കൂലിയെങ്കിൽ ആ ആള് എന്ത് ചെയ്യണ്ട? ഈ ആളുടേതായ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട. ദാറ്റ് മീൻസ് അപ്പൊ ഫുള്ളും ആരടച്ചോളണം? എംപ്ലോയർ അടച്ചോളണം. എംപ്ലോയിക്ക് കിട്ടുന്ന കൂലി 176 രൂപയിൽ കുറവാണെങ്കിൽ അടയ്ക്കേണ്ട. 176 രൂപയിൽ കൂടുതലാണെങ്കിൽ 0.75% എംപ്ലോയി അടച്ചേ മതിയാകൂ എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ESIയുടെ ബെനഫിറ്റുകൾക്ക് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ്. എംപ്ലോയിക്ക് 78 ദിവസം പ്രിസീഡിങ് ദ ഇൽനെസ്, ആ സിക്നെസിന് മുമ്പ് 78 ദിവസം വർക്ക് ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റിനാണെങ്കിൽ വിമൻ ഷാൽ വർക്ക് അപ് ടു 70 days, 70 ദിവസമെങ്കിലും വർക്ക് ചെയ്താലേ ബെനിഫിറ്റിന് അർഹതയുള്ളൂ. പിന്നെ എന്താ പറഞ്ഞ എംപ്ലോയീസ് അതുപോലെ വർക്കേഴ്സ് ദോസ് ഹു ആർ ഡ്രോയിങ് വേജസ് നോട്ട് ലെസ് ദാൻ 21,000 പെർ മന്ത്, 21,000 രൂപയിൽ കുറവ് കിട്ടുന്നവർക്ക് മാത്രമാണ് ഈ ഒരു സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. എംപ്ലോയീസ് ഹാസ് ടു കോൺട്രിബ്യൂട്ട് 0.75% and employer has to contribute 3.25% of the wage bill. ഈ ഒരു ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. പിന്നെ 176 രൂപയിലെ ഡെയിലി വേജസിൽ ബിലോ ആകുന്ന എംപ്ലോയീസിനും shall not pay the contribution. എന്ത് ചെയ്യേണ്ട? കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട എന്നാണ്. ക്ലിയർ ആയോ? ആ പോയിന്റുകൾ മനസ്സിലായോ? എല്ലാം ESIയുടെ ബെനഫിറ്റുകളുടെ ആ ഒരു സ്കീമിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ ആയോ? യെസ്. ഇനി എന്തൊക്കെ ബെനഫിറ്റുകളാണ് ഇവർക്ക് കിട്ടുന്നത്? ഇതുകൊണ്ട് എന്തൊക്കെ ബെനഫിറ്റ്, ഏതൊക്കെ കാര്യത്തിന് ഇവർക്ക് ഈ ബെനഫിറ്റ് കിട്ടും? ESIയിൽ അംഗങ്ങളായ ESI ഇൻഷുറൻസ് എടുത്തിരിക്കുന്നവർക്ക് എന്തൊക്കെ ബെനഫിറ്റാ കിട്ടാന്ന്? ഒന്നാമത്തേത് സിക്നെസ് ബെനഫിറ്റ് ആണ്. ഇത് സിക്നെസ് ബെനഫിറ്റ് എംപ്ലോയി അറ്റ് ദ റേറ്റ് ഓഫ് 70% ഓഫ് ഡെയിലി ആവറേജ് വേജ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 91 days. കേട്ടാ, അതായത് ഒരു 91 ദിവസത്തോളം ആൾക്ക് എന്തെങ്കിലും ജോലിക്ക് ഇടയിൽ ആൾക്ക് എന്തെങ്കിലും എന്താ പറയാ അസുഖങ്ങളൊക്കെ വന്നു, അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയി അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആവറേജ് വേജസ്, ഒരു ദിവസത്തില് എത്ര വേജസ് ആവറേജ് വരുന്നേ, ശരാശരി എത്ര രൂപയാണോ കിട്ടുന്നത് അതിന്റെ 70% കിട്ടും. അപ്പൊ 1000 രൂപയാണ് കിട്ടണമെങ്കിൽ 700 രൂപ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 500 രൂപയാണ് കിട്ടണമെങ്കിൽ 500ന്റെ 70% 350 രൂപ കിട്ടും. അങ്ങനെ അതായത് അവർക്ക് കിട്ടുന്ന ഡെയിലി വേജസിന്റെ മാക്സിമം 91 ദിവസം വരെ ഈ ഒരു ബെനിഫിറ്റിന് അവർക്ക് എന്തുണ്ട്? അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. 91 ദിവസം ഇൻ 1 ഇയർ ആണ് കേട്ടാ. 91 ദിവസം ഒരു വർഷത്തില് അവർക്ക് ബെനിഫിറ്റ് കിട്ടാനുള്ള അർഹതയുണ്ട്. എത്ര ശതമാനമാണ്? അവരുടെ ആവറേജ് വേജസ്, ഡെയിലി ആവറേജ് വേജസിന്റെ 70% സിക്നെസ് ബെനിഫിറ്റ് കിട്ടുക. അസുഖത്തിന് വരുന്ന ഒരു ബെനിഫിറ്റ് ആണ് കേട്ടോ. അപ്പൊ പല സമയങ്ങളിലായിട്ട് ഒരു വർഷത്തിൽ 91 ദിവസം വരെയൊക്കെ എവിടെയെങ്കിലൊക്കെ ഇതുപോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയി 1-2 ദിവസം കിടന്നു കണ്ടിന്യൂസ് ആയിട്ട് 91 ദിവസം കിടക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിപ്പോ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ പല അസുഖങ്ങൾ വരൂലേ, അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് എന്താ? എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ആണ്. എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് അതായത് ചില അസുഖങ്ങളുണ്ട്, ട്യൂബർകുലോസിസ്, ലെപ്രോസി, ഫ്രാക്ചർ,
മാലിഗ്നസി എക്സെട്ര അതുപോലുള്ള സിക്നസ് ഒക്കെ വരികയാണെങ്കിൽ ഇത്തരം സിക്നസ്സുകൾക്ക് 80% ഓഫ് ദ വേജസ് ആണ് അവർക്ക് പേയ്മെന്റ് കിട്ടുക. മാത്രമല്ല അത് 2 years 2 വർഷത്തോളം അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ബെനിഫിറ്റ് കിട്ടുന്നു. 2 വർഷവും കിട്ടും. അതുപോലെ തന്നെ 80% ഓഫ് ദ വേജസും കിട്ടുന്നുണ്ട്. എങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ്? സം ഡിസീസസ് ലൈക്ക് ലെപ്രസി. എന്താ ലെപ്രസി? കുഷ്ഠരോഗം, അതാണ് ഉദ്ദേശിച്ച. ഫ്രാക്ചേഴ്സ്, അതായത് കയ്യും കാലൊക്കെ വലിയ കാര്യമായിട്ട് പൊടിഞ്ഞു ഭയങ്കര ഫ്രാക്ഷൻ ഒക്കെ സംഭവിച്ചു. അത് പിന്നെ മാലിഗ്നസി എന്ന് പറഞ്ഞാൽ മാരകമായ പല രോഗങ്ങൾക്കും. അത്തരം മാരകമായ അസുഖങ്ങളൊക്കെ കൊണ്ട് ഏതെങ്കിലും തരത്തില് ജോലിക്ക് പോകാതെയൊക്കെ പറ്റുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 80% വേജസിന്റെ കിട്ടുക. മാത്രമല്ല അവരുടെ ആ ഒരു ഡ്യൂറേഷനും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. 2 വർഷം സിക്നസ് ബെനിഫിറ്റുകൾ ആ 2 വർഷത്തിനുള്ളിലൊക്കെ അവർക്ക് കിട്ടുന്നതാണ്. 80% അതാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്. ഓരോ പോളിസീസും അല്ലെങ്കിൽ ഓരോ സ്കീമിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. നമ്മൾ SHI കണ്ട പോലെയല്ല എംപ്ലോയീസ് ഇൻഷുറൻസ് സ്കീമിൽ ഉള്ളത്. അടുത്തത് ഏതാ? എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. എൻഹാൻസ്ഡ് അപ് ടു 7 days ഫോർ മെയിൽ ബെനിഫിഷ്യറീസ്, അതായത് പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക്. 14 days ഫോർ ഫീമെയിൽ ബെനിഫിഷ്യറീസ് ഇൻ ദി ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മളുടെ പ്രഗ്നൻസി ഒക്കെ നിർത്തുന്നതാണ്. ഇത് വന്ധ്യംകരണം എന്നൊക്കെ പറയുന്നു അല്ലെ. അത് ആണുങ്ങൾക്കാണെങ്കിൽ 7 ദിവസത്തോളം അതിന്റെ ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ 14 days ആണ് അതിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. 7 days ഫോർ മെയിൽ ബെനിഫിഷ്യറീസ് ആൻഡ് 14 days ഫോർ ഫീമെയിൽ ബെനിഫിഷ്യറീസ്. അവർക്ക് കിട്ടുന്ന ആ ബെനിഫിറ്റ് ആ ഒരു സമയത്തേക്കാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുക കേട്ടോ. ഇനി മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ട്. അത് ഫുൾ വേജസ് ഫോർ എ പീരീഡ് ഓഫ്, എല്ലാ ദിവസത്തെ വേജസ് കൊടുക്കുന്നു. എത്ര ദിവസത്തേക്ക്? 180. അതായത് മെറ്റേണിറ്റി എന്താ പറയാ, നമുക്ക് ലീവ് ഒക്കെ കിട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഇത് പ്രസവാനന്തരം ഒക്കെ. ഇപ്പൊ പ്രസവത്തിന് കുറച്ച് ദിവസം മുമ്പ് തുടങ്ങി, അതിനുശേഷം 1-2 മാസം വരെയൊക്കെ. അതാണ് 180 days, ഏകദേശം 3 മാസം. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. പ്രഗ്നൻസി 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP. എന്നാൽ മിസ്കാരേജ് ഒക്കെ വരിക, അതായത് ഇടയ്ക്ക് വെച്ചിട്ട് കുട്ടി ഇതായി പോവുക, അതുപോലെ MTP എന്താ പറയാ നമ്മളുടെ ഇത് നിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 6 weeksന്റെയും ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ വേജസ് ബെനിഫിറ്റ് ആണത്. 180 ദിവസം സാധാരണയുള്ളത് മെറ്റേണിറ്റിയും, അതോടൊപ്പം തന്നെ പ്രഗ്നൻസിയിൽ. അത് കഴിഞ്ഞിട്ട് 6 weeks പറയുന്നത് നമ്മളുടെ മിസ്കാരേജിനും അതുപോലെ MTക്കും ആണ് 6 weeks പറയുന്നത്. 6 ആഴ്ച കൊടുക്കുന്നുണ്ട് അവർക്ക് ലീവും. അതിപ്പോ ആ ലീവ് എടുക്കുമ്പോൾ അവർക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടുന്നു. വേജ് അങ്ങനെ തന്നെ ഫുൾ ആയിട്ട് കിട്ടുന്നു. ആ ഒരു ദിവസം അവർക്ക് അത്രയും ദിവസം പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ബിക്കോസ് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമല്ലോ. ആ റെസ്റ്റ് എടുക്കുന്ന ഫുൾ ദിവസത്തെ 180 ദിവസം സാധാരണ പ്രഗ്നൻസിക്കാണ്. അല്ലാതെ മിസ്കാരേജിനും MTക്കും ആണ് ആ 6 weeks പറഞ്ഞിരിക്കുന്നത്. 6 weeks മീൻസ് 1.5 months ആണ് ഉദ്ദേശിക്കുന്നത്. അറൗണ്ട് ആണ് കേട്ടോ. അതിന് കുറച്ച് ദിവസം എടുക്കുന്നവരും ഉണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കേണ്ടി വരികയാണെങ്കിൽ അതൊക്കെ അനുസരിച്ച് മാറുന്നതായിരിക്കും. പിന്നെ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആണ്. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആകും. ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങളൊക്കെ സംഭവിക്കുക. 90% ഇപ്പൊ ജോലിക്ക് ഫാക്ടറിയിലൊക്കെ ജോലി എടുക്കുന്നവർക്ക് അങ്ങനെയുള്ള പലതും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് 90% ഓഫ് ദ വേജസ് ആണ് 90% കൂലിയുടെ, അവർക്ക് കിട്ടുന്ന കൂലിയുടെ 90% ക്യാഷ് ആയിട്ട് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ്. ആ ഡിസേബിൾമെന്റ് പീരീഡിൽ 90% അവർക്ക് ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഡിസേബിൾമെന്റ് എന്താ പറയാ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. അപ്പൊ കയ്യ് കാലൊക്കെ ഡിസേബിൾഡ് ആയി പിന്നീട് അതൊക്കെ മാറി വരുന്നുണ്ട്. അതാണ് താൽക്കാലികമായിട്ടുള്ള ഡിസേബിൾമെന്റിനാണ് 90% ഓഫ് ക്യാഷ് പേയ്മെന്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇനി ഫ്യൂണറൽ ബെനിഫിറ്റ് ഉണ്ട്. ഫ്യൂണറൽ ഇപ്പൊ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്ക് ഒരു എൽഡർലി പീപ്പിൾ ആണ് എന്ന് ഉണ്ടെങ്കിൽ, അതായത് പ്രായ ആളാണെങ്കിലും അവിടുത്തെ ആ വീടിലെ ആൾക്കാണോ ആരാണോ നഷ്ടപ്പെട്ട ആ വീട്ടിലെ സർവൈവിംഗ് മെമ്പർക്ക് എന്ത് ചെയ്തു 15,000 ക്യാഷ് ആയിട്ട് ഫ്യൂണറൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ആളുടെ മരണശേഷമുള്ള കർമ്മങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഏകദേശം 15,000 രൂപ വരെ ഫ്യൂണറൽ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ESI. അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
Then medical benefit കിട്ടുന്നുണ്ട്. മെഡിക്കൽ കവർ ആണ്, which includes the outdoor treatment specialist services. അതായത് ഹോസ്പിറ്റൽസിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും ആംബുലൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ഇൻഡോർ സർവീസസ് ഹോസ്പിറ്റൽസിന്റെ അകത്തും പുറത്തും വരുന്ന പല സേവനങ്ങളും രോഗിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് എക്സ്പെൻസസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള ബെനിഫിറ്റ് ആണ് മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ESI-ൽ. ഇൻഡോർ, ഔട്ട്ഡോർ ആൻഡ് ഓൾസോ ആംബുലൻസ് സർവീസസ് ഫോർ ദ എംപ്ലോയീസ്. ജോലിക്കാർക്ക് ഇത്തരം സേവനങ്ങൾ കൊടുക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളും മീറ്റ് ചെയ്യുന്നു. അതാണ് മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ESI-ല് നമുക്ക് എന്താ പറയാ അവിടുത്തെ എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ. സിക്നസ് ആ പേരുകൾ ഓർത്തിരിക്കണം. കൂടാതെ ചില കാര്യങ്ങൾ അവിടെ ചില ഡേയ്സിനെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ചില പെർസെന്റേജ് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ചില എമൗണ്ടുകൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതൊക്കെ പല പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് നമ്മളെ ബുക്കുകളിൽ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമ്മൾ ഇത്ര വരെ എടുക്കുന്നുള്ളൂ. അധികമായ നമ്മളിത് വശമാണ്, അതുകൊണ്ട് ഞാൻ 3 പേജ് എടുത്തിട്ടുള്ളൂ. എളുപ്പമാണ് അല്ലെ വായിച്ചിട്ടൊക്കെ? കുഴപ്പമില്ലല്ലോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സിമ്പിൾ ആണ് അല്ലെ? അത് തന്നെ. അപ്പൊ ഒന്ന് വായിച്ചു കൂടി നോക്കിയാൽ മതി. കാരണം അത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് മാത്രം. ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഇവിടെ എടുത്തു പറയാത്ത എന്താണെന്ന് ഈ ചാപ്റ്ററിൽ ഇതിനകത്ത് കുറെ ചോദ്യങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ചോദിക്കാൻ പറ്റിയ കുറെ ഭാഗങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല എളുപ്പം നമുക്ക് മനസ്സിലാകുന്നതുമാണ്, നമുക്ക് ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളാണ്. കണക്ട് ചെയ്താൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് തോന്നുന്നത്. ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ അതിനകത്ത് എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ളത് അല്ലെ. എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത്, അതിനകത്ത് റിക്രൂട്ട്മെന്റ് വരും, ഇന്റർവ്യൂ വരും, സെലക്ഷൻ വരും, പ്രൊമോഷൻ വരും, ഡിമോഷൻ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിച്ചത്. അത് നമ്മൾ അറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ ഇത് ഓൾറെഡി നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇന്ന് ഇൻഷുറൻസ് ഇല്ലാത്തൊരു മേഖലയില്ല. എവിടെ നോക്കിയാലും നമുക്ക് ഇൻഷുറൻസ് ഇല്ല. കാരണം നമ്മള് അൺസർട്ടൺ ആണ് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, നെക്സ്റ്റ് എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അൺസർട്ടനിറ്റിയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ദൂരീകരിക്കാനാണ് നമ്മൾ ഇന്ന് പലരും ഇൻഷുറൻസ് എടുക്കുക. നമ്മുടെ പ്രോപ്പർട്ടീസ് ഇൻഷുർ ചെയ്യുന്നു, ലൈഫ് ഇൻഷുർ ചെയ്യുന്നു, നമ്മുടെ വസ്തുക്കള് നമ്മുടെ വാഹനങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ വരെ ഇന്ന് എന്താ പറയാ ഇൻഷുർ ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത് എല്ലാവരും. കാരണം എല്ലാത്തിനും നഷ്ടസാധ്യതകളും ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്ത് മറ്റേ ആ ഫിഗറുകളൊക്കെ പറഞ്ഞല്ലേ, 3.25% എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണം, 0.75% എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യണം ESI പ്രകാരം, പിന്നെ ഇത്ര രൂപയിൽ കുറവാണെങ്കിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞത്, പിന്നെ മെറ്റേണിറ്റി ഡേയ്സ് എത്രയാണ് കൊടുക്കുന്നത്, MTP-ക്കും അതുപോലെ തന്നെ മിസ്കാരേജിനും എത്ര ദിവസം കൊടുക്കുന്നു ESI-ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ see you, ബൈ. ടീച്ചർ വരോട്ടാ, മാഡം മിസ് ഉണ്ട്, റീസ മിസ് ഉണ്ട്. ഞാൻ ആദ്യം കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വായിച്ച് നോക്കാൻ നന്നായിട്ട്. ഓക്കെ, താങ്ക് യു.